Hi all, I am Aswathi. Welcome back to our channel. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 100 phrasal verbsഉം അതിന്റെ എക്സാമ്പിൾസും ആണ്. ഇത് നമ്മുടെ HSA എക്സാമിന് മാത്രമായിരിക്കില്ല. മറ്റുള്ള PSC എക്സാംസിനും അതേപോലെ തന്നെ ടെറ്റ് സെറ്റ് നെറ്റ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ ഇവിടെ phrasal verbsഉം അതിന്റെ എക്സാമ്പിൾസും പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു phrasal verbും അതിന്റെ മീനിങ്ങും ബൈ ഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ അത് തിരിഞ്ഞൊക്കെ പോകും. അതേസമയം എക്സാമ്പിളും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇന്നതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഈസി ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ phrasal verbsഉം അതിൻ്റെ എക്സാമ്പിൾസും കൂടെ പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ phrasal verbs പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ക്ലാസ് കേട്ടിട്ട് ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ശരി ആ phrasal verbും മീനിങ്ങും അതിൻ്റെ എക്സാമ്പിളും നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്നത് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ഒരു മീനിങ് അല്ലെങ്കിൽ രണ്ട് മീനിങ് കൂടെ ആഡ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണേ. നമുക്ക് ആദ്യമേ phrasal verbിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നെ തുടങ്ങാം. A phrasal verb is a combination of a verb and an adverb or a preposition. For example, shut up or look after. അപ്പോൾ നമ്മൾ ആദ്യത്തെ phrasal verb കൊടുത്തേക്കുന്നത് called off ആണ്. Call off means cancel, to cancel something എന്നൊക്കെയുള്ള മീനിങ് ആണ്. എക്സാമ്പിൾ വരുന്നത് the game was called off because of bad weather. അടുത്തത് turn down. Turn down ന്റെ മീനിങ് reject or refuse to consider an effort or proposal. And example, she turned out the job offer because it didn't pay enough. She turned down the job offer because it didn't pay enough. അടുത്ത വേർഡ് bring up ആണ്. Bring up means mention, to mention a subject or to start to talk about it. And example വരുന്നത് it was a foolish thing to bring up. നാലാമത്തെ phrasal verb come up. Come up means arise അല്ലെങ്കിൽ produce. It is about to happen എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ I forgot my phone and the storm was coming up. Hand over എന്ന് പറയുകയാണെങ്കിൽ give a chance, to give or yield someone or something എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് you must hand over your passport before you leave. ആറാമത്തത് take over. Take over means take control or responsibility. And example, the leader of my group left, so I decided to take over. ഏഴാമത്തെ phrasal verb take up. Take up means require or to fill or occupy time or space. And example, the new sofa takes up a lot of space in my living room. Get on എന്ന് പറഞ്ഞാൽ to continue do something അല്ലെങ്കിൽ continue അല്ലെങ്കിൽ have a good relationship, used to talk about or ask about how well somebody is എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. somebody is doing a particular situation എന്നുള്ളൊരു മീനിങ്. അതിൻ്റെ എക്സാമ്പിൾ how did you get on at the interview. പിന്നെ ഒമ്പതാമത്തെ phrasal verb talk over ആണ്. talk over means discuss അല്ലെങ്കിൽ interrupt or to discuss something carefully and completely എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ they talked over the proposal and decided to give it their approval. പത്താമത്തെ phrasal verb use up ആണ്. use up എന്ന് പറഞ്ഞാൽ exhaust അല്ലെങ്കിൽ use completely, to use all of something so that there is none left അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ the oil had all been used up. പതിനൊന്നാമത്തെ phrasal verb look forward to. അതിൻ്റെ മീനിങ് await അല്ലെങ്കിൽ you want it to happen എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് he was looking forward to working with the new prime minister. പന്ത്രണ്ടാമത്തെ phrasal verb go on. go on means continue. അറിയാലോ, continue, to continue happening or doing something as before. ഇതാണ് മീനിങ് വരുന്നത്. എക്സാമ്പിൾ unemployment is likely to go on rising this year. പതിമൂന്നാമത്തെ catch up. catch up means discuss latest news എന്നാണ്, അല്ലെങ്കിൽ to go faster അല്ലെങ്കിൽ speed up എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് I ran after her and I will catch up with you later. അടുത്ത phrasal verb fill in. fill in means complete. നമുക്കറിയാലോ fill in the blanks എന്നൊക്കെ പറയില്ലേ, complete എന്നാണ്. to fill something completely, to enrich എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ when you fill in the form, please write clearly or legibly in black ink. പതിനഞ്ചാമത്തെ phrasal verb hand in ആണ്. hand in means to submit അല്ലെങ്കിൽ submit എന്നുള്ളൊരു മീനിങ് ആണ്. to give something to a person in authority എന്നൊക്കെ വരുന്നൊരു മീനിങ്.
അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് പ്ലീസ് ഹാൻഡ് ഇൻ യുവർ കീ വെൻ യു ലീവ് ദ ഹോട്ടൽ. 16-ാമത്തത് ലുക്കപ്പ് ആണ്. ലുക്കപ്പ് മീൻസ് ഫൈൻഡ്, സെർച്ച്, ഇൻവെസ്റ്റിഗേറ്റ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് വരുന്നത് ഇൻ ദ മൂൺലൈറ്റ് ഷീ കുഡ് സീ ഹിം ലുക്ക് അപ്പ് ഷാർപ്ലി. 17-ാമത്തെ ഫ്രേസൽ വെർബ് ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു മീൻസ് ചെക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ്, ടു എക്സാമിൻ സംതിങ്. നേരത്തെ പറഞ്ഞ അതേ മീനിങ് ഒക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് എ വർക്കിംഗ് പാർട്ടി ഹാസ് ബീൻ സെറ്റപ്പ് ടു ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. A working party has been set up to look into the problem. 18-ാമത്തത് ഫിഗർ ഔട്ട്. ഫിഗർ ഔട്ട് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ സോൾവ് എന്നാണ് മീനിങ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഇറ്റ് ടുക്ക് ദം അബൌട്ട് 1 month ടു ഫിഗർ ഔട്ട് ഹൗ ടു സ്റ്റാർട്ട് ദ എക്യുപ്മെൻറ്റ്. 19-ാമത്തത് ഗോ ഓവർ. ഗോ ഓവർ എന്ന് പറയുമ്പോൾ റിവ്യൂ അല്ലെങ്കിൽ ടു എക്സാമിൻ ഓർ ചെക്ക് സംതിങ് കെയർഫുള്ളി എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഗോ ഓവർ യുവർ വർക്ക് ബിഫോർ യു ഹാൻഡ് ഇറ്റ് ഇൻ. 20-ാമത്തത് ഷോ അപ്പ്. അതിൻ്റെ മീനിങ് ടു അറൈവ് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ അറൈവ് എന്നുള്ളൊരു മീനിങ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഐ വാസ് ഗെറ്റിംഗ് ലേറ്റ് വെൻ ഷീ ഫൈനലി ഷോഡ് അപ്പ്. 21-ാമത്തത് റിംഗപ്പ് ആണ്. റിംഗപ്പിൻ്റെ മീനിങ് കോൾ അല്ലെങ്കിൽ ടു ടോട്ടൽ ആൻഡ് റെക്കോർഡ് എസ്പെഷ്യലി ബൈ മീൻസ് ഓഫ് ക്യാഷ് രജിസ്റ്റർ, റിംഗപ്പ് എ സ്കെയിൽ എന്നൊക്കെ വരുന്ന പോലെയാണ്, റിംഗപ്പ് എ സെയിൽ എന്നൊക്കെ വരുന്നത്. 22-ാമത്തത് ഗോ ബാക്ക് ആണ്. ഗോ ബാക്കിൻ്റെ മീനിങ് റിട്ടേൺ ടു എ പ്ലേസ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ സോ വി ഡിസൈഡഡ് ടു ഗോ ബാക്ക്. 23-ാമത്തെ ഫ്രേസൽ വെർബ് പിക്ക് ഔട്ട്. പിക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ചൂസ്. എക്സാമ്പിൾ ഷീ വാസ് പിക്ഡ് ഔട്ട് ഫ്രം ഡസൻ ഓഫ് ആപ്ലിക്കൻസ് ഫോർ ദ ജോബ്. അടുത്ത ഫ്രേസൽ വെർബ് ചിപ്പിൻ. ചിപ്പിൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് എന്നാണ്, സഹായിക്കുക. എക്സാമ്പിൾ ദ ബ്രദേഴ്സ് ചിപ്പിൻ എ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ഈച്ച് മന്ത് ടു ഹയർ എ ഹോം ഹെൽത്ത്. 25-ാമത്തെ ഫ്രേസൽ വെർബ് ബ്രേക്ക് ഇൻ ഓൺ. അതിൻ്റെ മീനിങ് ഇൻ്ററപ്റ്റ് എന്നാണ്. എക്സാമ്പിൾ മിസ് റോസ് ലിസൺ കീൻലി ഒക്കേഷണലി ബ്രേക്കിംഗ് ഇൻ വിത്ത് പ്രിറ്റൻറ്റ്. അടുത്ത ഫ്രേസൽ വെർബ് കം അപ്പാർട്ട്. കം അപ്പാർട്ട് മീൻസ് സെപ്പറേറ്റ് ഓർ ടു ബ്രേക്ക് ഇൻ ടു പീസസ്. എക്സാമ്പിൾ ദ ബുക്ക് ജസ്റ്റ് കം അപ്പാർട്ട് ഇൻ മൈ ഹാൻഡ്. അടുത്ത ഫ്രേസൽ വെർബ് ഗോ എഹെഡ്. ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഓർ പ്രൊസീഡ്. എക്സാമ്പിൾ വരുന്നത് ഐ ഡോണ്ട് കെയർ ഹൗ ഫ്രൈറ്റൻഡ് ഇറ്റ് വിൽ ബി, ഐ വാണ്ട് ടു ഗോ എഹെഡ്. 29-ാമത്തത് കട്ടിൻ. കട്ടിൻ എന്ന് പറയുമ്പോൾ ഇൻ്ററപ്റ്റ്, അതാണ് മീനിങ്. എക്സാമ്പിൾ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു അനു വെൻ ടീന കട്ടിൻ. എക്സാമ്പിൾ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു അനു വെൻ ടീന കട്ട് ഇൻ. 29-ാമത്തെ ഫ്രേസൽ വെർബ് ഓൺ അപ്പ്. ഓൺ അപ്പ് എന്ന് പറഞ്ഞാൽ കൺഫെസ് അല്ലെങ്കിൽ ടു അഡ്മിറ്റ് ദാറ്റ് വൺ ഹാസ് ഡൺ എ യൂഷ്വൽ ബാഡ് തിങ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ സമ്മൺ ടു ഓൺ അപ്പ് ദ ബ്രേക്കേജ്. 30-ാമത്തത് ഫിഗർ ഔട്ട്. ഫിഗർ ഔട്ട് എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഫിഗർ ഔട്ട് ദിസ് മാത്സ് പ്രോബ്ലം. 31-ാമത്തത് ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓർ എസ്പെഷ്യലി ടു യുവർ ഹോം. എക്സാമ്പിൾ എവ്രി സൺഡേ എവ്രി വൺ വാസ് ആൻഷ്യസ് ടു ഗെറ്റ് ബാക്ക് ഹോം. 32-ാമത്തത് ഗെറ്റ് അവേ. ഗെറ്റ് അവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. എക്സാമ്പിൾ വരുന്നത് ഷീ ഡിഡിൻ ഗെറ്റ് അവേ അണ്ടിൽ 9 ലാസ്റ്റ് നൈറ്റ്. 33-ാമത്തത് വർക്കൗട്ട്. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എക്സസൈസ് എന്ന് വരും, സോൾവ് എന്ന് വരാം, ടു ബി സക്സസ്ഫുൾ എന്ന് വരാം, അല്ലെങ്കിൽ ടു എൻഡ് ഇൻ എ പർട്ടിക്കുലർ വേ എന്ന് വരാം. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് തിങ്സ് വർക്ക്ഡ് ഔട്ട് പ്രിറ്റി വെൽ ഇൻ ദ എൻഡ്. 34-ാമത്തെ ഹാങ്ങിങ് ആണ്. ഹാങ് ഇൻ ആണ്. അതിൻ്റെ മീനിങ് സ്റ്റേ പോസിറ്റീവ്. അതിൻ്റെ എക്സാമ്പിൾ ഡിഡ് നോട്ട് ഹാങ് ഇൻ ലോങ് ഇനഫ് ടു വിൻ ഈവൻ എ ബാറ്റിൽ. അടുത്ത ഫ്രേസൽ വെർബ് പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ ഇൻസൾട്ട് അല്ലെങ്കിൽ ടു ക്രിട്ടിസൈസ് സമ്മൺ എന്നൊക്കെയുള്ള മീനിങ് ആണ്. എക്സാമ്പിൾ ഷീ ഈസ് ഓൾവേസ് ട്രൈയിങ് ടു പുട്ട് മീ ഡൗൺ. അടുത്ത ഫ്രേസൽ വെർബ് പാസ് ഔട്ട്. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റ് ഓർ കൊളാപ്സ്. എക്സാമ്പിൾ ദ ടീച്ചർ ബിഗാൻ ടു പാസ് ഔട്ട് ദ പേപ്പർ അറ്റ് 8:15. അടുത്ത ഫ്രേസൽ വെർബ് ലീവ് ഔട്ട്. ലീവ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒമിറ്റ് അല്ലെങ്കിൽ സ്കിപ്പ് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ വരുന്നത് ലീവ് മീ ഔട്ട് ഓഫ് ദിസ് കോറൽ പ്ലീസ്. 38-ാമത്തത് ഷോ ഓഫ്. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ബോസ്റ്റ് അല്ലെങ്കിൽ ബ്രാഗ്. എക്സാമ്പിൾ ഓൾ റൈറ്റ് ദർ ഈസ് നോ നീഡ് ടു ഷോ ഓഫ്.
39ാമത്തത് പീച്ചർ ഓഫ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് അല്ലെങ്കിൽ കം ടു ആൻ എൻഡ് ഗ്രാജുവലി. എക്സാമ്പിൾ ദ റോഡ് പീച്ചർ ഔട്ട് ഇൻ ടു എ ഡേർട്ടി ട്രാക്ക്. 40ാമത്തത് ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ഓർ ടു സ്റ്റോപ്പ് യൂസിങ് സംതിങ്. എക്സാമ്പിൾ ഐ തിങ്ക് യു ഹാഡ് ബെറ്റർ ലേ ഓഫ് ഫാറ്റി ഫുഡ് ഫോർ എ വൈൽ. 41ാമത്തത് ടേക്ക് ഓൺ മീൻസ് എംപ്ലോയി സമ്മൺ. എക്സാമ്പിൾ വി ആർ നോട്ട് ടേക്കിംഗ് ഓൺ എനി ന്യൂ സ്റ്റാഫ് അറ്റ് ദ മൊമെൻറ്റ്. അടുത്ത ഫ്രേസൽ വെർബ് ക്രോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ഓർ എറൈസ് എന്നൊക്കെയുള്ളൊരു മീനിങ്. എക്സാമ്പിൾ ജസ്റ്റ് ക്രോസ് ഔട്ട് ദ ഓൾഡ് അഡ്രസ്. അടുത്ത ഫ്രേസൽ വെർബ് സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ് എന്നാണ്. എക്സാമ്പിൾ ദിസ് മാറ്റർ കുഡ് ബി സോർട്ട് ഔട്ട് ഇഫ് ദേ വുഡ് ജസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. 44ാമത്തെ ഫ്രേസൽ വെർബ് മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്, ടു ഹിയർ, ടു സീ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഐ കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഹി വാസ് സീയിങ്. 45ാമത്തെ ഫ്രേസൽ വെർബ് എബൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഫോളോ, എ റൂൾ, ഡിസിഷൻ, ഇൻസ്ട്രക്ഷൻ ഒക്കെ. അപ്പോൾ എക്സാമ്പിൾ വരുന്നത് ദേ ഹാവ് ഗോട്ട് ടു അബൈഡ് ബൈ ദ റൂൾസ്. 46ാമത്തത് പൈൽ അപ്പ് മീൻസ് അക്യൂമുലേറ്റ്. എക്സാമ്പിൾ പ്രോബ്ലംസ് വെയർ ബ്രിങ്ങിങ് ടു പൈൽ അപ്പ്. 47ാമത്തത് പിക്ക് പുട്ട് എന്ന് പറഞ്ഞാൽ ഈറ്റ് എ ലോട്ട്. എക്സാമ്പിൾ ദേ പിക്ക്ഡ് ഔട്ട് ഓൺ പിസ്സ. 48ാമത് വരുന്നത് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ കളക്ട് അല്ലെങ്കിൽ ടു സ്റ്റാർട്ട് അഗെയിൻ, ടു കണ്ടിന്യൂ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ ലെറ്റ്സ് പിക്കപ്പ് വെയർ വി ലെഫ്റ്റ് ഓഫ് യെസ്റ്റർഡേ. ഇനി ഇപ്പോൾ പറഞ്ഞത് പിക്കപ്പ് അല്ലായിരുന്നോ? അടുത്തത് മിക്സപ്പ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. എക്സാമ്പിൾ പീപ്പിൾ ഓഫൻ മിക്സ് മീ അപ്പ് വിത്ത് അതർ ആക്ടർ. ഇനി 50ാമത്തത് മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഹാവ് ആൻ ഓപ്ഷൻ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ വരുന്നത് ഐ ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ്. ഇനി 51ാമത്തത് ഓപ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ മീനിങ് ചൂസ് എന്നാണ്. എക്സാമ്പിൾ ഡിപ്പെൻഡിങ് ഓൺ യുവർ circumstances you may wish to opt for one method or other. അടുത്ത phrasal verb pass back means return. Example I felt awful when the teacher started to pass back the exam paper. അടുത്ത phrasal verb patched up meaning fix or make things better. Example the doctor will soon patch you up. 54ാമത്തെ phrasal verb plump for means choose. Example I finally plumbed for the blue saree. 55ാമത്തത് polish off means finish or consume. Example he polished off the remains of the biryani. Next one decided upon means choose or select. Example we are still trying to decide on a venue. അടുത്ത phrasal verb die down means decrease. Example the wind died down during the night. അടുത്ത phrasal verb get along means leave. Example it's late we should be getting along. 59ാമത്തെ phrasal verb hook up meaning meet someone. Example വരുന്നത് give me a call if you had like to hook up for lunch sometimes. 60ാമത്തെ phrasal verb വരുന്നത് jack up means increase sharply. Example drug users were jacking up in a stairwells. 61ാമത്തെ phrasal verb kick about means discuss. Example we will kick some ideas around and make a decision tomorrow. അടുത്ത phrasal verb talk about means discuss. Example she still talk about your wedding and how perfect it was. Next one kick out means expel. Example I got a kick out of watching him operate. 64ാമത്തെ phrasal verb lay on means organize or supply. Example a bus has been laid on to take guests to the airport. 65ാമത്തെ phrasal verb link up meaning connect or join. Example they are going to link up all the computers to the company server. 66ാമത്തത് make after എന്ന് പറഞ്ഞാൽ chase എന്നാണ്. Example the policeman made after the thief. അടുത്ത phrasal verb make away with means steal അഥവാ മോഷ്ടിക്കുക എന്നുള്ള മീനിങ്. Example the robber make away with diamond jewelry. അടുത്ത phrasal verb big up എന്ന് പറഞ്ഞാൽ exaggerate the importance അതായത് പൊക്കി പറയുക, ആവശ്യത്തിലധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക.
അതിൻ്റെ മീനിങ് വരുന്നത് എക്സാമ്പിൾ വരുന്നത് ഹീ ഈസ് ബീയിങ് ബിഗിങ് അപ്പ് ദ ന്യൂ ഫിലിം ഓൺ എ റേഡിയോ ഷോ. 69ാമത്തത് ബ്ലോ അപ്പ്. ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് എന്നാണ് മീനിങ്. എക്സാമ്പിൾ ദ ബോംബ് ബ്ലൂ അപ്പ്, അതായത് മനസ്സിലായല്ലോ. 70ാമത്തത് ബുക്കിൻ. ബുക്കിൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ഇൻ അറ്റ് എ ഹോട്ടൽ. എക്സാമ്പിൾ വി ബുക്ക്ഡ് ഇൻ ടു അവർ ഹോട്ടൽ ഷോർട്ട്ലി ആഫ്റ്റർനൂൺ. 71ാമത്തെ വരുന്നത് കോളപ്പാണ്. കോളപ്പ് മീൻസ് ടെലഫോൺ ഓർ ടു ബ്രിങ് ടു മൈൻഡ് എന്നൊരു മീനിങ്. ടെലഫോൺ എന്ന് മാത്രമല്ല ടു ബ്രിങ് ടു മൈൻഡ് എന്നൊരു മീനിങ് കൂടെയുണ്ട്. എക്സാമ്പിൾ ഐ കോൾ ഹിം അപ്പ് ആൻഡ് ടോൾ ഹിം. 72ാമത്തത് ക്യാപ്പ് ഓഫ്. ക്യാപ്പ് ഓഫ് മീൻസ് ഫിനിഷ് ഓർ കംപ്ലീറ്റ്. എക്സാമ്പിൾ വി ക്യാപ്ഡ് ഓഫ് എ വണ്ടർഫുൾ ഈവനിങ് വിത്ത് ബർത്ത്ഡേ ചീസ് കേക്ക്. 73ാമത്തത് കെയർ ഫോർ, മീനിങ് ലൈക്ക് or to love someone. Example he really care for her. 74ാമത്തത് carry off. Carry off means win or succeed. Example he carried off most of the prizes. 75ാമത്തത് carry on. Carry on means continue. Example he moved to London to carry on his work. 76ാമത്തത് add on. Add on means include. Example a service charge for 15 per hour was added on the bill. 77ാമത്തത് ആസ്ക് ഓവർ. ആസ്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് എന്നാണ്. എക്സാമ്പിൾ ക്യാൻ ഐ ആസ്ക് ഓവർ യു ഫോർ ദ ഡിന്നർ ഓൺ സൺഡേ. അടുത്ത ഫ്രേസൽ വെർബ് ബാക്ക് അവേ. ബാക്ക് അവേ മീൻസ് റിട്രീറ്റ് അല്ലെങ്കിൽ ഗോ ബാക്ക്വേർഡ്. എക്സാമ്പിൾ ദ ഗവൺമെൻറ് ഹാസ് ബാക്ക്ഡ് അവേ ഫ്രം ദെയർ പ്ലാൻസ്. 79ാമത്തത് ബാക്ക് ഓഫ്. ബാക്ക് ഓഫ് മീൻസ് റിട്രീറ്റ് എന്നാണ് മീനിങ്. എക്സാമ്പിൾ ദേ ബാക്ക്ഡ് ഓഫ് ഇൻ ഹൊറർ. അടുത്തത് ബാഗ്ഡ് ഔട്ട്. ബാഗ് ഔട്ട് മീൻസ് ക്രിട്ടിസൈസ്. ഐ ഡോണ്ട് മീൻ ടു ബാഗ് യു ഔട്ട് ആണ് എക്സാമ്പിൾ. 81ാമത്തത് ബുള്ളപ്പ്. ബുള്ളപ്പ് മീൻസ് കൺഫ്യൂസ് ഓർ കോംപ്ലിക്കേറ്റ്. എക്സാമ്പിൾ നയന ബുൾഡ് അപ്പ് ഹെർ പേപ്പർ ഇൻ ആങ്കർ. 82ാമത്തത് ബിയർ ഓൺ മീൻസ് ഇൻഫ്ലുവൻസ് ഓർ അഫക്റ്റ്. എക്സാമ്പിൾ വരുന്നത് ദീസ് ആർ മാറ്റേഴ്സ് ദാറ്റ് ബിയർ ഓൺ ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. 83ാമത്തത് ഗീവ് അപ്പ്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ക്വിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ട്രൈയിങ്. എക്സാമ്പിൾ യു ഔട്ട് ടു ഗീവ് അപ്പ് സ്മോക്കിംഗ്. അടുത്ത ഫ്രേസൽ വെർബ് കീപ്പ് ഓൺ. കീപ്പ് ഓൺ മീൻസ് കണ്ടിന്യൂ. എക്സാമ്പിൾ യു ജസ്റ്റ് ഹാവ് ടു കീപ്പ് ഓൺ ട്രൈയിങ്. അടുത്ത ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ. ഐ പുട്ട് ഓഫ് ദ ഐഡിയ ദാറ്റ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ടേൺഡ് അപ്പ്. Turn up means appear suddenly. Example the music was turned up loud. Next phrasal verb take after meaning resemble. Example in looks she take after her father. 88ാമത്തത് bring up. Bring up എന്ന് പറഞ്ഞാൽ റേസ് എന്നാണ്. അതായത് കുട്ടികളെ റേസ് ചെയ്യുന്നവനാണ് bring up എന്ന് പറയുന്നത്. റേസ് ചിൽഡ്രൻ. എക്സാമ്പിൾ she brought up 5 children. 89ാമത്തത് fill out means complete a form. Example he fill out the application form. 90ാമത്തത് ഡ്രോപ്പ് ഔട്ട് ഓഫ്. ഡ്രോപ്പ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് സ്കൂൾ ഓർ നോ ലോങ്ങർ ടേക്ക് പാർട്ട് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് ദ സ്കൂൾ. 91ാമത്തത് ഡു ഓവർ. ഡു ഓവർ മീൻസ് റിപ്പീറ്റ് എ ജോബ് ഓർ ടാസ്ക്. എക്സാമ്പിൾ ദ പെയിൻറ്റ് വർക്ക് വിൽ നീഡ് ടു ബി ഡു ഓവർ സൂൺ. 92ാമത്തത് ഫില്ലപ്പ്. ഫില്ലപ്പ് എന്ന് പറഞ്ഞാൽ ഫിൽ ടു കപ്പാസിറ്റി. എക്സാമ്പിൾ ജെനി കെപ്റ്റ് ഫിൽ മൈ ഗ്ലാസ് അപ്പ് വിത്ത് വൈൻ. 93ാമത്തത് ലുക്ക് ഓവർ. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ഓർ ചെക്കപ്പ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് വി ലുക്ക്ഡ് ഓവർ ദ ഹൗസ് അഗെയിൻ ബിഫോർ വി ഡിസൈഡഡ് വി വുഡ് റെൻറ്റ് ഇറ്റ്. അടുത്തത് പുട്ടവേ. പുട്ടവേ മീൻസ് സേവ് ഓർ സ്റ്റോർ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ വരുന്നത് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു പുട്ട് ദ കാർ അവേ. 95ാമത്തത് പുട്ട് ഔട്ട് അഥവാ എക്സ്റ്റിംഗ്വിഷ്. എക്സാമ്പിൾ വി വെയർ ഏബിൾ ടു പുട്ട് ദ ഫയർ ഔട്ട് ബിഫോർ ഇറ്റ് കോസ് ടു മച്ച് ഡാമേജ്. അടുത്ത ഫ്രേസൽ വെർബ് സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ഓർ ബിഗിൻ. എക്സാമ്പിൾ ഷീ സെറ്റ് ഹെർ സ്റ്റീരിയോ ഇൻ ഹെർ ബെഡ്റൂം. എക്സാമ്പിൾ ഷീ സെറ്റപ്പ് ഹെർ സ്റ്റീരിയോ ഇൻ ഹെർ ബെഡ്റൂം. 97ാമത്തത് ത്രോ അവേ മീൻസ് ഡിസ്കാർഡ്. എക്സാമ്പിൾ ദ ഓൾഡ് ബെഡ് ഷുഡ് ബി ത്രോ അവേ. അടുത്തത് കട്ട് ഡൗൺ. കട്ട് ഡൗൺ ഓൺ ആണ് മീൻസ് എക്സ്പെൻസ് എന്നുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ വരുന്നത് ദ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഹാസ് പ്രോമിസ് ടു കട്ട് ഡൗൺ പാക്കിംഗ്.
അടുത്ത 99ാമത്തത് ട്രൈ ഔട്ട്. ട്രൈ ഔട്ട് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്. എക്സാമ്പിൾ ജിം ട്രൈ ഔട്ട് ഫോർ ദ സ്കൂൾ പ്ലേ. ലാസ്റ്റ് വൺ ടേൺ ഓഫ്. ടേൺ ഓഫ് മീൻസ് റിപ്പൾസ് അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് ലിസണിങ് ടു ഓർ തിങ്കിങ് about somebody or something. Example, I couldn't understand the lecture so I just turned off. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഫ്രേസൽ വെർബും മീനിങ്ങും എക്സാമ്പിളും എഴുതി വെച്ച് തന്നെ പഠിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.